വിന്റർഫെൽ, സ്റ്റാർക്ക് കുടുംബത്തിന്റെ ഒരുക്കുകോട്ട. എന്നാൽ ഇന്നവിടെ മരണത്തിന്റെ മണമാണ്. പുറത്ത് വലിയ ബഹളങ്ങൾ കേൾക്കുന്നു. മെയ്സ്റ്റർ ലുവിൻ പരിഭ്രാന്തനായി തന്റെ മുറിയിലേക്ക് ഓടിക്കയറി വാതിൽ കുറ്റിയിട്ടു. പുറത്ത് പട്ടികൾ കുരയ്ക്കുന്നു, മനുഷ്യർ നിലവിളിക്കുന്നു. വിറയ്ക്കുന്ന കൈകളോടെ അദ്ദേഹം ഒരു സന്ദേശമെഴുതി അത് ഒരു കാക്കയുടെ കാലിൽ കെട്ടി പറത്തിവിട്ടു. ആ കാക്ക ആകാശത്തേക്കുയർന്നതും വാതിൽ തകർത്ത് അയൺബോൺ പടയാളികൾ അകത്തേക്ക് ഇരച്ചുകയറി. അവർ ലുവിനെ ബന്ധിയാക്കി. വിന്റർഫെൽ വീണിരിക്കുന്നു. ബ്രാന്റെ കിടപ്പുമുറി. തിയോൺ ഗ്രേജോയിയും ഡാഗ്മറും കടന്നുവരുന്നു. ബ്രാന്റെ മുറിയിലേക്ക് ആ പഴയ സുഹൃത്ത് കടന്നുവന്നു. പക്ഷേ അത് പഴയ തിയോണായിരുന്നില്ല. അധികാരത്തിന്റെ ഹുങ്ക് അയാളുടെ നടപ്പിലുണ്ടായിരുന്നു. കട്ടിലിൽ കിടക്കുന്ന ബ്രാനിന്റെ അടുത്തേക്ക് തിയോൺ അടുത്തു. തിയോൺ പറഞ്ഞു, ഞാൻ നിന്റെ കോട്ട പിടിച്ചെടുത്തു. ഞാനത് സ്വന്തമാക്കി. എന്റെ ആളുകൾ മതിലുകൾ ചാടിക്കടന്നു. ബ്രാൻ ചോദിച്ചു, എന്തിന്? നീ റോബിന്റെ കൂടെ പോയതല്ലേ? തിയോൺ പറഞ്ഞു, അവൻ എന്നെ പൈക്കിലേക്ക് തിരിച്ചയച്ചു. ഞാനൊരു ഗ്രേജോയാണ്. എനിക്കൊരേ സമയം റോബിനും എന്റെ അച്ഛനും വേണ്ടി പോരാടാൻ കഴിയില്ല. ഹോഡോർ എവിടെ? ബ്രാൻ പറഞ്ഞു, എനിക്കറിയില്ല. തിയോൺ തന്റെ ആളുകളോട് പറഞ്ഞു, ആ മന്ദബുദ്ധിയെ കണ്ടുപിടിക്ക്. ഡാഗ്മർ തലയാട്ടി പുറത്തേക്ക് പോയി. തിയോൺ വീണ്ടും പറഞ്ഞു, എന്റെ ആളുകൾ മുറ്റത്ത് എല്ലാവരെയും കൂട്ടുന്നുണ്ട്. ബ്രാൻ ചോദിച്ചു, എന്തിന്? തിയോൺ പറഞ്ഞു, അവിടെ ചെന്ന് അവരോട് പറയാൻ, നീ വിന്റർഫെൽ എനിക്ക് അടിയറവ് വെച്ചുവെന്ന്. ബ്രാൻ ദേഷ്യത്തോടെ പറഞ്ഞു, ഞാനത് ചെയ്യില്ല. തിയോൺ പറഞ്ഞു, അതെ, നീ ചെയ്യും. ബ്രാൻ ഉറപ്പിച്ചു പറഞ്ഞു, ഞാനത് ചെയ്യില്ല. ഞാനൊരിക്കലും കീഴടങ്ങില്ല. തിയോൺ പറഞ്ഞു, കോട്ട എന്റേതാണ്. പക്ഷേ ഈ ആളുകൾ ഇപ്പോഴും നിന്റേതാണ്. അവരെ സുരക്ഷിതരായി നിർത്താൻ, അവരെ ജീവനോടെ നിർത്താൻ നീ കീഴടങ്ങും. ഒരു നല്ല പ്രഭു അതാണ് ചെയ്യുക. വിന്റർഫെല്ലിന്റെ മുറ്റത്ത് സ്വന്തം ആളുകൾക്ക് മുന്നിൽ ഹോഡോറിന്റെ മുതുകിലായി ബ്രാനെത്തി. ചുറ്റും അയൺബോൺ പടയാളികൾ. മെയ്സ്റ്റർ ലുവിനും റിക്കോണും നിസ്സഹായരായി നോക്കി നിൽക്കുന്നു. ബ്രാൻ വേദനയോടെ പറഞ്ഞു, ഞാൻ വിന്റർഫെൽ തിയോണിന് വിട്ടുകൊടുത്തിരിക്കുന്നു. തിയോൺ ശാഠ്യത്തോടെ പറഞ്ഞു, ഉറക്കെ, പ്രിൻസ് തിയോൺ എന്ന് പറയ്. ബ്രാൻ പറഞ്ഞു, ഞാൻ വിന്റർഫെൽ പ്രിൻസ് തിയോണിന് വിട്ടുകൊടുത്തു. തിയോൺ അഭിമാനത്തോടെ പ്രഖ്യാപിച്ചു, എന്റെ പിതാവ് ഉപ്പും പാറയും കൊണ്ടുള്ള പുരാതന കിരീടം ധരിച്ച് അയൺ ഐലൻഡ്സിന്റെ രാജാവായി സ്വയം പ്രഖ്യാപിച്ചിരിക്കുന്നു. അവകാശപ്രകാരം വടക്കൻ ദേശങ്ങളും അദ്ദേഹം ആവശ്യപ്പെടുന്നു. നിങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ പ്രജകളാണ്. ഫാർലൻ എന്ന പടയാളി വിളിച്ചു പറഞ്ഞു, അത് നടക്കില്ല. ഞാൻ സ്റ്റാർക്കുകളെ സേവിക്കുന്നു. ഇതുവെച്ച് വടക്ക് പിടിച്ചടക്കാമെന്ന് നീ കരുതുന്നുണ്ടെങ്കിൽ. പെട്ടെന്നൊരു അയൺബോൺ പടയാളി ഫാർലന്റെ തലയ്ക്കടിച്ചു വീഴ്ത്തി. അവൻ നിലവിളിച്ചുകൊണ്ട് വീണു. തിയോൺ പറഞ്ഞു, നിങ്ങൾ നെഡ് സ്റ്റാർക്കിനെ സേവിച്ചതുപോലെ വിശ്വസ്തയോടെ എന്നെ സേവിക്കുകയാണെങ്കിൽ അദ്ദേഹം നിങ്ങളോട് പെരുമാറിയതുപോലെ തന്നെ ഞാനും പെരുമാറും. എന്നെ ചതിച്ചാൽ അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് നിങ്ങൾ ആഗ്രഹിച്ചു പോകും. തിയോൺ മെയ്സ്റ്റർ ലുവിനെ നോക്കി. തിയോൺ പറഞ്ഞു, മെയ്സ്റ്റർ ലുവിൻ, എന്റെ പിതാവിനെ ഈ വിജയം അറിയിച്ചുകൊണ്ട് പൈക്കിലേക്ക് ഒരു കാക്കയെ അയക്കുക. എന്റെ സഹോദരിക്കും ഒരു സന്ദേശമയക്കുക. നിങ്ങൾ വിന്റർഫെല്ലിന്റെ പ്രഭുവിനെ സേവിക്കാൻ പ്രതിജ്ഞയെടുത്ത സിറ്റാഡലിലെ മെയ്സ്റ്ററല്ലേ? ലുവിൻ പറഞ്ഞു, അതെ. തിയോൺ പറഞ്ഞു, ഞാനാണിപ്പോൾ വിന്റർഫെല്ലിന്റെ പ്രഭു. കാക്കകളെ അയക്കുക. ലുവിൻ പോയപ്പോൾ ഓഷ ജനക്കൂട്ടത്തിൽ നിന്ന് മുന്നോട്ടു വന്നു. ഓഷ വിളിച്ചു, എന്റെ പ്രഭു ഗ്രേജോയ്. തിയോൺ ചോദിച്ചു, നിന്റെ യജമാനന്മാരെ എങ്ങനെ വിളിക്കണമെന്ന് നീ പഠിച്ചുവല്ലേ? നിനക്കെന്താണ് വേണ്ടത്? എന്നെ ഇവിടെ തടവുകാരനായി കൊണ്ടുവന്നതാണ്. ഓഷ പറഞ്ഞു, എന്നെ പിടിച്ച ദിവസം നിങ്ങളും ഇവിടെയുണ്ടായിരുന്നു. തിയോൺ പറഞ്ഞു, ഞാനാണ് നിന്നെ പിടികൂടിയത്. അതിനെന്താ? ഓഷ മുട്ടുകുത്തി പറഞ്ഞു, എന്നെ നിങ്ങളെ സേവിക്കാൻ അനുവദിക്കൂ. തിയോൺ പുച്ഛത്തോടെ ചോദിച്ചു, എങ്ങനെ സേവിക്കാൻ? എനിക്ക് പോരാളികളെയാണ് വേണ്ടത്, അടുക്കളക്കാരികളെയല്ല. ഓഷ പറഞ്ഞു, റോബ് സ്റ്റാർക്കാണ് എന്നെ അടുക്കളയിലിട്ടത്. എന്റെ കയ്യിൽ വീണ്ടുമൊരു കുന്തം തരൂ. തിയോൺ ചോദിച്ചു, ഞാൻ വിഡ്ഢിയാണെന്ന് കരുതിയോ? എഴുന്നേൽക്ക്. പെട്ടെന്ന് ബ്ലാക്ക് ലോറനും മറ്റൊരു പടയാളിയും കൂടി രക്തത്തിൽ കുളിച്ച റോഡ്രിക് കാസലിനെ വലിച്ചിഴച്ചു കൊണ്ടുവന്നു. ബ്ലാക്ക് ലോറൻ പറഞ്ഞു, ഇവനെ ടോറൻ സ്ക്വയറിൽ നിന്ന് പിടികൂടി. ഞാൻ ഇവന്റെ വാളെടുക്കുന്നതിനു മുമ്പ് ഞങ്ങളുടെ 2 പേരെ ഇവൻ തീർത്തുകളഞ്ഞു. തിയോൺ പറഞ്ഞു, സർ റോഡ്രിക്, നമ്മൾ ശത്രുക്കളായി കണ്ടുമുട്ടേണ്ടി വന്നതിൽ എനിക്ക് വിഷമമുണ്ട്. റോഡ്രിക് അറപ്പോടെ പറഞ്ഞു, ഒരു തെരുവുവേശിയേക്കാൾ കുറഞ്ഞ മാനം നിനക്കുള്ളതിൽ എനിക്ക് വിഷമമുണ്ട്. നീ ഇവിടെ ഈ മേൽക്കൂരയ്ക്ക് കീഴിലാണ് വളർന്നത്. ഈ ആളുകൾ നിന്റെ ആളുകളാണ്. തിയോൺ അലറി, ഇവർ എന്റെ ആളുകളല്ല. റോഡ്രിക് പറഞ്ഞു, റോബ് രാജാവ് നിന്നെ ഒരു സഹോദരനെപ്പോലെയാണ് കണ്ടത്. നിന്റെ കയ്യിൽ വാൾ തരുന്നതിനു പകരം ഞാനത് നിന്റെ വയറ്റിൽ കുത്തിയിറക്കണമായിരുന്നു. തിയോൺ ഭീഷണിപ്പെടുത്തി, നീ ഈ വീടിനെ വിശ്വസ്തയോടെ സേവിച്ചു വൃദ്ധ. പക്ഷേ ഇനിയും സംസാരിച്ചാൽ ഞാൻ. റോഡ്രിക് തിയോണിന്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പി. പടയാളികൾ അദ്ദേഹത്തെ നിലത്തേക്ക് തള്ളിയിട്ടു. തിയോൺ മുഖം തുടച്ചു. ചുറ്റുമുള്ള കണ്ണുകൾ അവനെ ഉറ്റുനോക്കുന്നു. അവൻ ബ്രാനിനെ നോക്കി, പിന്നെ റോഡ്രിക്കിനെയും.
അവന്റെ ഉള്ളിലെ മനുഷ്യത്വം മരിച്ചു തുടങ്ങുകയായിരുന്നു. തിയോൺ പ്രഖ്യാപിച്ചു, സർ റോഡ്രിക്, ഞാൻ നിനക്ക് വധശിക്ഷ വിധിക്കുന്നു. ബ്രാൻ കരഞ്ഞുകൊണ്ട് വിളിച്ചു പറഞ്ഞു, വേണ്ട, ഞാൻ കീഴടങ്ങിയാൽ ആർക്കും ഒരു ഉപദ്രവവും ഉണ്ടാകില്ലെന്ന് നീ പറഞ്ഞതാണ്. തിയോൺ പറഞ്ഞു, ഈ കിഴവന് വായടച്ചു പിടിക്കാൻ കഴിഞ്ഞില്ല. ലുവിൻ കെഞ്ചി, ധൃതി പിടിച്ച് ഒരു തീരുമാനം എടുക്കരുത് എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. തിയോൺ പറഞ്ഞു, എന്റെ ആളുകൾക്ക് മുന്നിൽ വെച്ച് അവൻ എന്നെ അപമാനിച്ചു. പടയാളികൾ റോഡ്രിക്കിനെ എഴുന്നേൽപ്പിച്ചു. ഡാഗ്മർ വാളൂരി തിയോണിന് നൽകി. ബ്രാൻ ഉറക്കെ കരഞ്ഞു. അവർ റോഡ്രിക്കിനെ മുറ്റത്ത് മുട്ടുകുത്തിച്ചു. മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. തിയോൺ വാളുമായി അദ്ദേഹത്തിന്റെ പിന്നിൽ നിന്നു. റോഡ്രിക് തലയുയർത്തി പറഞ്ഞു, ശിക്ഷ വിധിക്കുന്നവൻ തന്നെ വാൾ വീശണം. ബ്രാൻ അലറിക്കരഞ്ഞു, ഞാൻ നിന്നോട് അപേക്ഷിക്കുകയാണ്. റോഡ്രിക് ശാന്തനായി പറഞ്ഞു, സാരമില്ല കുഞ്ഞേ, ഞാൻ നിന്റെ അച്ഛനെ കാണാൻ പോവുകയാണ്. മഴ ശക്തി പ്രാപിച്ചു. തിയോൺ ശ്വാസം ആഞ്ഞുവലിച്ചു. അവന്റെ കണ്ണുകളിൽ ഭയം കലർന്ന ഭ്രാന്തുണ്ടായിരുന്നു. തിയോൺ ചോദിച്ചു, അവസാനമായി എന്തെങ്കിലും പറയാനുണ്ടോ വൃദ്ധ? റോഡ്രിക് പറഞ്ഞു, ദൈവങ്ങൾ നിന്നെ സഹായിക്കട്ടെ തിയോൺ ഗ്രേജോയ്, ഇപ്പോൾ നീ ശരിക്കും വഴിതെറ്റിയവനായിരിക്കുന്നു. തിയോൺ സർവ്വശക്തിയുമെടുത്ത് വാൾ വീശി. പക്ഷേ അത് ഒറ്റവെട്ടിന് തല അറുത്തുമാറ്റാൻ മാത്രം മൂർച്ചയുള്ളതായിരുന്നില്ല, അല്ലെങ്കിൽ തിയോണിന്റെ കൈകൾക്ക് ഉറപ്പില്ലായിരുന്നു. റോഡ്രിക് വേദനയോടെ പിടഞ്ഞു. ചോര മഴവെള്ളത്തിൽ കലർന്നു. ദേഷ്യവും നാണക്കേടും കൊണ്ട് വിരളി പിടിച്ച തിയോൺ വീണ്ടും വീണ്ടും വെട്ടി. ഒടുവിൽ ഒരു ചവിട്ടോടെ റോഡ്രിക്കിന്റെ തല അവൻ വേർപെടുത്തി. ബ്രാൻ അലറിക്കരയുന്ന ശബ്ദത്തിനിടയിൽ കിതച്ചുകൊണ്ട് തിയോൺ ആ ചോരയിൽ നിന്നു. അവൻ തന്റെ ആത്മാവ് അവിടെ നഷ്ടപ്പെടുത്തിയിരുന്നു. മഞ്ഞും തണുപ്പും മരണവും മാത്രം വസിക്കുന്നിടം. നൈറ്റ്സ് വാച്ചിന്റെ പടയാളികൾ നടന്നു നീങ്ങുന്നു. ജോൺ സ്നോയും കോറിൻ ഹാഫ്ഹാൻഡും മുന്നിലുണ്ട്. ഗോസ്റ്റ് എന്ന ഡയർവുൾഫ് അവർക്ക് മുന്നിൽ നടക്കുന്നു. കോറിൻ പറഞ്ഞു, നമ്മൾ തിരയുന്ന വൈൽഡിങ്സ് പകൽ ഉറങ്ങുകയും രാത്രി വേട്ടയാടുകയും ചെയ്യുന്നവരാണ്. ജോൺ പറഞ്ഞു, എന്റെ അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു ഞാൻ വടക്കിന്റെ ആളാണെന്ന്. കോറിൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ചുറ്റും നോക്ക് ചെക്ക, ഇത് നിന്റെ വീടുപോലെ തോന്നുന്നുണ്ടോ? ഈ സ്ഥലത്തെ അറിയാമെന്ന് നീ ചിന്തിച്ചു തുടങ്ങിയാൽ അത് നിന്നെ കൊല്ലും. നമ്മൾ യുദ്ധത്തിലാണ്. നമ്മളെപ്പോഴും യുദ്ധത്തിലായിരുന്നു. ഇത് ഒരിക്കലും അവസാനിക്കില്ല. കാരണം നമ്മൾ ഒരു ശത്രുവിനെയല്ല നേരിടുന്നത്. നമ്മൾ പോരാടുന്നത് വടക്കിനോടാണ്. നൈറ്റ്സ് വാച്ച് നിനക്ക് വലിയൊരു സമ്മാനം തന്നിട്ടുണ്ട്. പകരം നൽകാൻ നിന്റെ കയ്യിൽ ഒന്നേയുള്ളൂ, നിന്റെ ജീവൻ. ജോൺ പറഞ്ഞു, സന്തോഷത്തോടെ ഞാൻ എന്റെ ജീവൻ നൽകും. ഖോറിൻ പറഞ്ഞു, നീ സന്തോഷിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല. നിന്റെ ഹൃദയം നിലയ്ക്കുന്നതുവരെ നീ ശപിക്കുകയും പോരാടുകയും ചെയ്യണം. മതിലിന് തെക്കുള്ളവർക്ക് നിന്റെ മരണം ഒരു സമ്മാനമായിരിക്കും. നീ എന്തു ചെയ്തുവെന്ന് അവർ ഒരിക്കലും അറിയില്ല. നീ എങ്ങനെ മരിച്ചുവെന്ന് അവർ അറിയില്ല. നിന്റെ പേരുപോലും അവർ അറിയില്ല. ഹാരൻഹാളിൽ ടൈവിൻ ലാനിസ്റ്റർ തന്റെ അടുത്ത യുദ്ധത്തിനുള്ള പദ്ധതികൾ തയ്യാറാക്കുകയാണ്. ആര്യ സ്റ്റാർക്ക് തന്റെ യഥാർത്ഥ പേര് മറച്ചുവെച്ച് അദ്ദേഹത്തിന് വൈൻ പകർന്നു നൽകുന്നു. അവിടെ ലിറ്റിൽ ഫിംഗർ കടന്നുവരുന്നു. ആര്യയുടെ മുഖം ഭയം കൊണ്ട് വിളറി. അവൻ തന്നെ തിരിച്ചറിയുമോ? ലിറ്റിൽ ഫിംഗർ പറഞ്ഞു, ലാനിസ്റ്റർമാരും സ്റ്റാർക്കുകളും കഴിഞ്ഞാൽ ഏറ്റവും വലിയ സൈന്യം ടൈറലുകൾക്കാണ്. ടൈവിൻ പറഞ്ഞു, ഹൌസ് ടൈറൽ എന്റെ കൊച്ചുമകനെതിരെ അയൺ ത്രോണിനെതിരെ കലാപം നടത്തി. ആര്യമുഖം താഴ്ത്തി നടന്നു. ലിറ്റിൽ ഫിംഗർ അവളെ സൂക്ഷിച്ചു നോക്കി. ലിറ്റിൽ ഫിംഗർ പറഞ്ഞു, നിങ്ങളുടെ മകൻ ടിറിയോണിന്റെ നിർദ്ദേശപ്രകാരം ഞാൻ കാറ്റലിൻ സ്റ്റാർക്കിനെ കണ്ടിരുന്നു. ടൈവിൻ ചോദിച്ചു, എന്തിന്? ലിറ്റിൽ ഫിംഗർ പറഞ്ഞു, അവളുടെ പെൺമക്കളെക്കുറിച്ച് രസകരമായ ഒരു നിർദ്ദേശം അവൾക്ക് നൽകാൻ. ഇത് കേട്ട ആര്യയുടെ കൈവിറച്ചു. അവൾ വൈൻ മേശപ്പുറത്തൊഴിച്ചു. ആര്യ പറഞ്ഞു, ക്ഷമിക്കണം പ്രഭു. ലിറ്റിൽ ഫിംഗർ അവളെ ഉറ്റുനോക്കി. ആര്യ വേഗം അവിടെ നിന്ന് മാറി. ഭാഗ്യത്തിന് ടൈവിൻ ലിറ്റിൽ ഫിംഗറുടെ ശ്രദ്ധ തിരിച്ചു. ജോണും സംഘവും ഒരു വൈൽഡിലിംഗ് ക്യാമ്പ് കണ്ടെത്തി. അവർ ആക്രമണം നടത്തി. ജോൺ ഒരാളെ പിടികൂടി. മുഖം മൂടി മാറ്റിയപ്പോൾ അതൊരു പെണ്ണായിരുന്നു. ജോൺ അതിശയത്തോടെ പറഞ്ഞു, ഒരു പെണ്ണ്. ഖോറിൻ പറഞ്ഞു, ഒരു വൈൽഡിലിംഗ്. ഇവളെ കൊന്നുകളഞ്ഞേക്ക്. ജോൺ വാൾ ഓങ്ങി. ഖോറിനും സംഘവും മുന്നോട്ടുപോയി. ജോൺ അവളുടെ കഴുത്തിനു നേരെ വാൾ പിടിച്ചു. പക്ഷെ അവനത് ചെയ്യാൻ കഴിഞ്ഞില്ല. നിരായുധയായ ഒരു സ്ത്രീയെ കൊല്ലാൻ നെഡ് സ്റ്റാർക്കിന്റെ മകന് കഴിയുമായിരുന്നില്ല. ബാസ്റ്റാർഡ്, ഡു ഇറ്റ്. ജോൺ വാൾ താഴ്ത്തി. ആ നിമിഷം അവൾ ജോണിനെ തള്ളിയിട്ടു. ജോൺ പിന്നാലെ പാഞ്ഞു. മഞ്ഞുമലകളിലൂടെയുള്ള ഒരു വലിയ ചേസിങ്ങിനൊടുവിൽ ജോൺ അവളെ പിടികൂടി. പക്ഷെ അപ്പോഴേക്കും നേരം ഇരുട്ടിയിരുന്നു. അവന്റെ സംഘം പോയി കഴിഞ്ഞിരുന്നു. അവൾ പറഞ്ഞു, സൂര്യൻ അസ്തമിക്കുന്നു. നിന്റെ സുഹൃത്തുക്കൾ എവിടെയുമില്ല. ജോൺ പറഞ്ഞു, ഞാൻ അവരെ കണ്ടെത്തും. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അവരെ വിളിക്ക്, ഉറക്കെ വിളിക്ക്. മിർസെല്ല ബരാത്തിയോൺ ഡോണിലേക്ക് കപ്പൽ കയറിപ്പോകുന്നു. തീരത്തുനിന്ന് സെർസി ലാനിസ്റ്റർ കണ്ണീരോടെ മകളെ യാത്രയാക്കി. സെർസി ടിറിയോണിനോട് പറഞ്ഞു, ഒരു ദിവസം നീ ആരെയെങ്കിലും സ്നേഹിക്കുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നീ കണ്ണുകളടയ്ക്കുമ്പോൾ അവളുടെ മുഖം കാണുന്ന അത്രയും ആഴത്തിൽ. യഥാർത്ഥ സ്നേഹം എന്താണെന്ന് നീ അറിയണം. അന്ന് ഞാൻ അവളെ നിന്നിൽ നിന്ന് തട്ടിയെടുക്കും.
ഇത്രയും പറഞ്ഞ് സേഴ്സി നടന്നു നീങ്ങുന്നു. ജോഫ്രി രാജാവ് തിരികെ കൊട്ടാരത്തിലേക്ക് നടക്കുന്നു. ജനങ്ങൾ വിശപ്പുകൊണ്ട് വലയുകയാണ്. ഞങ്ങൾക്ക് ഭക്ഷണം തരൂ എന്ന് അവർ വിളിച്ചു പറയുന്നു. പെട്ടെന്ന് ആൾക്കൂട്ടത്തിൽ നിന്ന് ആരോ ജോഫ്രിയുടെ മുഖത്തേക്ക് ചാണകമെറിഞ്ഞു. ജോഫ്രി അലറി, ആരാണത് ചെയ്തത്? എല്ലാവരെയും കൊല്ല്. അതൊരു വലിയ ലഹളയായി മാറി. ജനങ്ങൾ പട്ടാളക്കാരെ ആക്രമിച്ചു. അംഗരക്ഷകർ ജോഫ്രിയെ സുരക്ഷിതനായി കൊട്ടാരത്തിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നു. കലാപം കഴിഞ്ഞ് കൊട്ടാരത്തിനുള്ളിൽ സുരക്ഷിതനായ ശേഷവും ജോഫ്രിയുടെ ദേഷ്യം അടങ്ങുന്നില്ല. തനിക്കെതിരെ ശബ്ദിച്ച ജനങ്ങളെ മുഴുവൻ കൊല്ലാനാണ് അവൻ ആജ്ഞാപിക്കുന്നത്. സ്വന്തം ജനങ്ങൾ പട്ടിണി കിടക്കുമ്പോഴാണ് ഈ ക്രൂരത എന്നോർത്ത് സഹികെട്ട ടിരിയൻ അവനെ ശകാരിക്കുന്നു. ടിരിയൻ, നമുക്ക് ക്രൂരന്മാരായ രാജാക്കന്മാരുണ്ടായിട്ടുണ്ട്, മണ്ടന്മാരായ രാജാക്കന്മാരുണ്ടായിട്ടുണ്ട്. പക്ഷേ ക്രൂരനും മണ്ടനുമായ ഒരു രാജാവ് ഇതാദ്യമാണ്. ഇത് കേട്ട് ഞെട്ടിയ ജോഫ്രി താനൊരു രാജാവാണെന്ന കാര്യം ടിരിയനെ ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുന്നു. യു ടോക്കിംഗ് ടു എ കിങ്, നീ സംസാരിക്കുന്നത് രാജാവിനോടാണ് എന്നവൻ അഹങ്കാരത്തോടെ പറയുന്നു. അത് മുഴുമിപ്പിക്കാൻ സമ്മതിക്കാതെ, ഒട്ടും മടിക്കാതെ ടിരിയൻ ജോഫ്രിയുടെ മുഖത്ത് ആഞ്ഞടിക്കുന്നു. അടിയുടെ ആഘാതത്തിൽ ജോഫ്രി പകച്ചുപോവുന്നു. അവനെ പരിഹസിച്ചുകൊണ്ട് ടിരിയൻ ചോദിക്കുന്നു, ഇപ്പോൾ ഞാൻ രാജാവിനെ തല്ലിയല്ലോ, എന്നിട്ട് എന്റെ കൈ താനേ അറ്റുവീണോ? സ്വന്തം അമ്മാവനായ ജെയ്മെ ലാനിസ്റ്ററിനെ രക്ഷിക്കാൻ സാൻസയെ ജീവനോടെ വേണമെന്നും അവൾക്കെന്തെങ്കിലും സംഭവിച്ചാൽ ജെയ്മയെ ഒരിക്കലും തിരിച്ചു കിട്ടില്ലെന്നും ടിരിയൻ അവനെ ഓർമ്മിപ്പിക്കുന്നു. ഇതിനിടയിൽ സാൻസ ആൾക്കൂട്ടത്തിനിടയിൽ ഒറ്റപ്പെടുന്നു. ചിലർ അവളെ പിടികൂടി ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു. വസ്ത്രങ്ങൾ വലിച്ചുകീറി അവളെ ആക്രമിക്കാൻ തുടങ്ങുമ്പോഴാണ് ദ ഹൗണ്ട് അവിടേക്കെത്തുന്നത്. ക്രൂരമായി ആ അക്രമികളെ വകവരുത്തി ഹൗണ്ട് സാൻസയെ രക്ഷിച്ചു കൊട്ടാരത്തിലെത്തിക്കുന്നു. സാൻസയെ രക്ഷിച്ചതിന് ടിരിയൻ ഹൗണ്ടിനെ അഭിനന്ദിക്കുന്നുണ്ടെങ്കിലും താനത് ടിരിയനു വേണ്ടിയല്ല ചെയ്തതെന്ന് ഹൗണ്ട് മറുപടി നൽകുന്നു. കാർത്തിൽ ഡെനരീസ് തന്റെ ഡ്രാഗണുകൾക്കും കൂടെയുള്ളവർക്കും വേണ്ടി സഹായം അഭ്യർത്ഥിക്കുകയാണ്. സ്പൈസ് കിങ്ങിനെ കണ്ട് കപ്പലുകൾ ആവശ്യപ്പെടുന്നു. താൻ വെസ്റ്ററോസ് തിരിച്ചുപിടിക്കുമ്പോൾ 3 ഇരട്ടി പ്രതിഫലം നൽകാം എന്ന് ഡാനി വാഗ്ദാനം ചെയ്യുന്നു. എന്നാൽ ഇതൊരു മോശം കച്ചവടമാണെന്ന് പറഞ്ഞ് സ്പൈസ് കിങ് അത് നിരസിക്കുന്നു. സൈന്യമോ സഖ്യകക്ഷികളോ ഇല്ലാത്ത ഡാനിയെ വിശ്വസിക്കാൻ അയാൾ തയ്യാറല്ല. അയാളുടെ നിസ്സംഗത കണ്ട ഡാനി മുന്നറിയിപ്പ് നൽകുന്നു. ഞാൻ സാധാരണ സ്ത്രീയല്ല, എന്റെ സ്വപ്നങ്ങൾ സത്യമാകാറുണ്ട്. ഞാൻ ഡെനറീസ് ടോംബോണാണ്. എനിക്കുള്ളത് ഞാൻ നേടിയെടുക്കും. വിത്ത് ഫയർ ആൻഡ് ബ്ലഡ് ഞാനത് സ്വന്തമാക്കും. പക്ഷേ സ്പൈസ് കിങ് അതൊന്നും കാര്യമാക്കാതെ അവിടെ നിന്നും പോകുന്നു. ഹരൻഹാലിൽ ടൈവിൻ ലാനിസ്റ്ററിന്റെ കബ്ബിയറായി ആര്യ ജോലി ചെയ്യുകയാണ്. ടൈവിനിന്റെ മേശപ്പുറത്ത് കിടന്ന ഒരു കത്ത് അവൾ ഒളിഞ്ഞു നോക്കുന്നു. അത് റോബ് സ്റ്റാർക്കിനെക്കുറിച്ചുള്ള വിവരങ്ങളായിരുന്നു. ടൈവിൻ വരുമ്പോഴേക്കും അവൾ ജോലിയിൽ മുഴുകുന്നു. ടൈവിൻ അവളോട് അച്ഛനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അച്ഛനൊരു കൽപ്പണിക്കാരനായിരുന്നുവെന്ന് അവൾ കള്ളം പറയുന്നു. സംസാരത്തിനിടയിൽ ടൈവിൻ ശ്രദ്ധിക്കാതെയിരുന്ന സമയം നോക്കി ആര്യ ആ കത്ത് മോഷ്ടിക്കുന്നു. എന്നാൽ പുറത്തിറങ്ങിയ ആര്യയെ സർ അമറി ലോർച്ച് പിടികൂടുന്നു. കയ്യിലിരിക്കുന്ന കത്ത് ടൈവിന് കൊടുക്കാനുള്ളതാണെന്ന് അവൾ കള്ളം പറയുന്നെങ്കിലും അയാൾ അത് വിശ്വസിക്കുന്നില്ല. അയാൾ അവളെ പിടികൂടി ടൈവിനിന്റെ അടുത്തേക്ക് കൊണ്ടുപോവാൻ ശ്രമിക്കുന്നു. ആ വിവരം ടൈവിൻ അറിയുന്നതിനു മുൻപ് അമറിയെ തടയണം. അവൾ ജാക്കേൻ ഹെച്ച്ഘറിനെ കണ്ടെത്തുന്നു. രണ്ടാമത്തെ പേരായി അവൾ അമറി ലോർച്ചിന്റെ പേര് നൽകുന്നു. ആര്യ പറഞ്ഞു, ഇപ്പോൾ തന്നെ വേണം. ഹാമറി ടൈവിനിന്റെ മുറിയിലേക്ക് കടന്ന് കാര്യം പറയാൻ തുടങ്ങുമ്പോഴേക്കും വാതിൽപ്പടിയിൽ വെച്ച് അയാൾ കുഴഞ്ഞു വീണു മരിക്കുന്നു. കഴുത്തിൽ ഒരു ചെറിയ വിഷമുള്ളു തറച്ചിട്ടുണ്ടായിരുന്നു. ജാക്കേൻ തന്റെ കടം വീട്ടിയിരിക്കുന്നു. യുദ്ധക്കളത്തിൽ റോബ് സ്റ്റാർക്ക് താലിസായെ വീണ്ടും കണ്ടുമുട്ടുന്നു. പരിക്കേറ്റവരെ ശുശ്രൂഷിക്കുന്ന അവളോട് റോബ് സംസാരിക്കുന്നു. അവർക്കിടയിൽ ഒരു പ്രണയം മുട്ടിടുന്നത് കേറ്റ്ലിൻ സ്റ്റാർക്ക് ശ്രദ്ധിക്കുന്നു. പിന്നീട് കേറ്റ്ലിൻ മകനെ ഓർമ്മിപ്പിക്കുന്നു, വോൾഡർ ഫ്രേയുടെ മകളെ വിവാഹം കഴിക്കാമെന്നേറ്റ വാക്ക് തെറ്റിക്കാൻ പാടില്ല എന്ന്. അപ്പോഴാണ് റൂസ് ബോൾട്ടൺ എത്തുന്നത്. തിയോൺ ഗ്രേജോയ് വിന്റർഫെൽ പിടിച്ചടക്കിയിരിക്കുന്നു. സ്റ്റാർക്ക് സഹോദരന്മാരായ ബ്രാൻനെയും റിക്കോണിനെയും കുറിച്ച് വിവരമില്ല. സഹോദരങ്ങളെക്കുറിച്ചും വിന്റർഫെൽ നഷ്ടപ്പെട്ടതിനെക്കുറിച്ചും കേട്ട് കലിയടങ്ങാതെ സൈന്യവുമായി വടക്കോട്ട് തിരിക്കാൻ റോബ് ഒരുങ്ങുന്നു. എന്നാൽ റൂസ് ബോൾട്ടൺ വളരെ ശാന്തനായി ഒരു ചിരിയോടെ അവനെ തടയുന്നു. അങ്ങ് യുദ്ധം ജയിച്ച് മുന്നേറേണ്ട രാജാവാണ്. വിന്റർഫെല്ലിൽ കയറിക്കൂടിയ ആ എലികളെ പിടിക്കാൻ സിംഹം നേരിട്ട് പോകേണ്ടതില്ല. അതിനു പറ്റിയൊരാൾ എന്റെ ചോരയിലുണ്ട്. ഡ്രെഡ്ഫോർട്ടിന്റെ ഇരുട്ടിൽ വളർന്നവൻ, എന്റെ മകൻ റാംസേ. റൂസിന്റെ കണ്ണുകളിൽ മകനെക്കുറിച്ചുള്ള ഭയപ്പെടുത്തുന്ന ഒരു ആത്മവിശ്വാസമുണ്ടായിരുന്നു. അയാൾ തുടർന്നു, അവന് വലിയ സൈന്യത്തിന്റെ ആവശ്യമില്ല. അവനെ ഒന്ന് അഴിച്ചുവിട്ടാൽ മതി. ചോരമണക്കുന്ന വേട്ടപ്പട്ടിയെപ്പോലെ അവൻ തിയോണിനെ തേടിച്ചെന്നോളും. അമാവാസിക്ക് മുൻപ് വിന്റർഫെൽ അവൻ അങ്ങയുടെ കാൽക്കൽ വയ്ക്കും. ആ വാക്കുകളിലെ തീവ്രത റോബിനെ ചിന്തിപ്പിക്കുന്നു. ഡ്രെഡ്ഫോർട്ടിൽ നിന്നുള്ള ആ അജ്ഞാതനായ വേട്ടക്കാരനെ ഉപയോഗിക്കാൻ റോബ് സമ്മതിക്കുന്നു. റാംസെ എന്ന ആയുധം പുറത്തെടുക്കാൻ അയാൾ തീരുമാനിച്ചു കഴിഞ്ഞു. മഞ്ഞുമൂടിയ മലനിരകളുടെ വിജനതയിലൂടെ ജോൺ സ്നോ വൈഗ്രിറ്റിനെയും കൊണ്ട് നടക്കുകയാണ്. സന്ധ്യ മയങ്ങിയതോടെ യാത്ര തുടരുന്നത് അപകടമാണെന്ന് കണ്ട് ജോൺ അവിടെ തന്നെ തങ്ങാൻ തീരുമാനിക്കുന്നു. ചുറ്റും കൊടും തണുപ്പാണ്. മരവിപ്പിക്കുന്ന ആ അന്തരീക്ഷത്തിൽ തീ കൂട്ടിയാൽ മാത്രമേ രക്ഷപ്പെടാനാകൂ എന്ന് വൈഗ്രിറ്റ് പറയുന്നു. എന്നാൽ
തീ കണ്ടാൽ മറ്റു വൈൽഡ്ലിങ്സ് തന്നെ തേടിയെത്തുമെന്ന് ഭയന്ന് ജോൺ അതിന് സമ്മതിക്കുന്നില്ല. മരണതുല്യമായ തണുപ്പിൽ ചൂട് ലഭിക്കാൻ അവർക്ക് പരസ്പരം ചേർന്ന് കിടക്കേണ്ടിവരുന്നു. വൈഗ്രിറ്റ് ഇതൊരു അവസരമായി എടുക്കുന്നു. നമ്മൾ ചേർന്ന് കിടന്നാൽ തണുപ്പ് കുറയും എന്ന് പറഞ്ഞ് അവൾ ജോണിലേക്കടുക്കുന്നു. അവളുടെ സാമീപ്യം ജോണിനെ വല്ലാതെ അസ്വസ്ഥനാക്കുന്നുണ്ട്. അവൻ പുറംതിരിഞ്ഞു കിടക്കാൻ ശ്രമിക്കുമ്പോഴും അവൾ വെറുതെ ഇരുന്നില്ല. ജോണിന്റെ ശരീരത്തോട് ചേർന്ന് നിന്ന് അവൾ മെല്ലെ അനങ്ങിക്കൊണ്ടിരുന്നു. ജോൺ ദേഷ്യപ്പെട്ട് വിലക്കുമ്പോൾ ഞാനൊന്ന് സൗകര്യമായി കിടക്കാൻ നോക്കിയതാണ് എന്ന കള്ളച്ചിരിയോടെ അവൾ അവനെ നോക്കുന്നു. ഒരു വശത്ത് ജീവൻ രക്ഷിക്കാനുള്ള തത്രപ്പാടും മറുവശത്ത് വൈഗ്രിറ്റിന്റെ കുസൃതിയും ജോണിനെ കുഴപ്പിക്കുന്നു. ഓഷ തിയോണിന്റെ അടുത്തെത്തി. അവൾക്കൊരു പദ്ധതിയുണ്ടായിരുന്നു. തന്റെ ശരീരം കാണിച്ച് അവൾ തിയോണിനെ മയക്കി. ഓഷ പറഞ്ഞു, സ്വതന്ത്രരായ ആളുകൾക്ക് വേണ്ടത് ഒന്നേയുള്ളൂ, എന്റെ സ്വാതന്ത്ര്യം. തിയോൺ അതിൽ വീണു. രാത്രിയായപ്പോൾ ഓഷ കാവൽക്കാരന്റെ അടുത്തു ചെന്നു. അവനെ വശീകരിച്ച് കത്തികൊണ്ട് അവന്റെ കഴുത്തറുത്തു. ആരുമറിയാതെ അവൾ ബ്രാനിനെയും റിക്കോണിനെയും ഹോഡോറിനെയും കൂട്ടി ഇരുളിലേക്ക് ഓടിപ്പോയി. ഡനേരിസും സോറോയും കൊട്ടാരത്തിൽ തിരിച്ചെത്തി. അവിടെ കണ്ട കാഴ്ച അവളെ തകർത്തുകളഞ്ഞു. അവളുടെ കാവൽക്കാർ എല്ലാവരും കൊല്ലപ്പെട്ടിരിക്കുന്നു. രക്തം തളം കെട്ടി നിൽക്കുന്നു. അവളുടെ തോഴിയിറി മരിച്ചുകിടക്കുന്നു. ഏറ്റവും വലിയ ഞെട്ടൽ അതായിരുന്നില്ല. അവൾ ഡ്രാഗണുകളെ സൂക്ഷിച്ചിരുന്ന കൂടുകൾ തുറന്നുകിടക്കുന്നു. അവ അവിടെയില്ല. ഡെനേരീസ് അലറിക്കരഞ്ഞു. അകലെ ഹൗസ് ഓഫ് അൺഡെയിങ് എന്ന ഗോപുരത്തിലേക്ക് ഒരു രൂപം നടന്നുകയറുന്നു. ആ രൂപത്തിന്റെ കയ്യിൽ ഡെനേരീസിന്റെ ഡ്രാഗണുകൾ കരയുന്നുണ്ടായിരുന്നു. വരാനിരിക്കുന്ന വലിയ ആപത്തിന്റെ സൂചന പോലെ ആ കരച്ചിൽ അവിടെ മുഴങ്ങി. എപ്പിസോഡ് അവസാനിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഗെയിം ഓഫ് ത്രോൺസിന്റെ ബാക്കി എപ്പിസോഡുകൾ മിസ്സാവാതിരിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.